സസ്യങ്ങൾ സാധാരണയായി വംശവർദ്ധനവ് നടത്തുന്നത് വിത്തിലൂടെയാണ്. എന്നാൽ ചില സസ്യങ്ങൾ അവയുടെ ഇലകളിൽ നിന്നും തണ്ടിൽ നിന്നും വേരിൽ നിന്നും പൂക്കളിൽ നിന്നുമൊക്കെ പുതിയ സസ്യങ്ങളെ രൂപപ്പെടുത്തിയെടുക്കുന്നു. കാർഷിക മേഖലയിൽ മാതൃസസ്യത്തിൻ്റെ അതേ ഗുണങ്ങളുള്ള പുതിയ സസ്യങ്ങളെ രൂപപ്പെടുത്തിയെടുക്കുന്നത് ഒരു വെല്ലുവിളിയാണ്. എന്നാൽ കാലാകാലങ്ങളായി സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങൾ മുറിച്ചു മാറ്റി നട്ട് നമ്മൾ ആ ഒരു പ്രശ്നം പരിഹരിച്ചു വരുന്നുണ്ട്. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതലായി അനുവർത്തിക്കുന്ന രീതികളാണ് മുകുളനം, പതിവയ്ക്കൽ, ഒട്ടിക്കൽ എന്നിവ. അതായത് ബഡ്ഡിംഗ്, ലെയറിംഗ്, ഗ്രാഫ്റ്റിംഗ്. ഈ രീതികളിലൂടെയാണ് ഏറ്റവും കൂടുതലായി ഇന്ന് വംശവർദ്ധനവ് നടത്തിയെടുക്കുന്നത്. ഒട്ടിക്കൽ അഥവാ ഗ്രാഫ്റ്റിംഗ് രണ്ടു തരം ചെടികളുടെ തണ്ടുകൾ തമ്മിൽ ചേർത്തൊട്ടിച്ച് ഒന്നാക്കി വളർത്തിയെടുക്കുന്ന സമ്പ്രദായമാണിത്. ഈ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഒട്ടുതടിക്കോ അതിൻ്റെ ഭാഗങ്ങൾക്കോ ഒന്നിൽ കൂടുതൽ മുകുളങ്ങൾ ഉണ്ടാവും. ഇതിനെ ശിഖര സംയോജനം എന്നും വിളിക്കുന്നു. ഒട്ടിക്കൽ എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള മാതൃസസ്യത്തിൻ്റെ മുകുളങ്ങളോട് കൂടിയ സയോൺ ഭാഗം നമുക്ക് അതിന് അനുയോജ്യമായിട്ടുള്ള തായ്തടി ഭാഗത്ത്, അതായത് റൂട്ട് സ്റ്റോക്ക് ഭാഗത്ത് ചേർത്ത് ഒട്ടിക്കുന്ന രീതിയാണ് ഒട്ടിക്കൽ എന്ന് പറയുന്നത്. സാധാരണയായി സ്റ്റോൺ ഗ്രാഫ്റ്റിംഗ്, വെഡ്ജ് ഗ്രാഫ്റ്റിംഗ്, വശം ചേർത്ത് ഒട്ടിക്കൽ, സോഫ്റ്റ് വുഡ് ഗ്രാഫ്റ്റിംഗ്, അങ്ങനെ പലതരത്തിലുള്ള ഈ ഒട്ടിക്കൽ രീതി അഥവാ ഗ്രാഫ്റ്റിംഗ് രീതികൾ നിലവിലുണ്ട്. സോഫ്റ്റ് വുഡ് ഗ്രാഫ്റ്റിംഗ് തൈകളുടെ വളർച്ച അനുസരിച്ചാണ് ഗ്രാഫ്റ്റിങ്ങിനുള്ള പ്രായം നിശ്ചയിക്കുക. മണ്ണിൽ ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും ഇത്. ഇതിനെ സ്റ്റോക്ക് എന്ന് വിളിക്കുന്നു. ഒട്ടിക്കുന്നതിനുള്ള കമ്പ് പച്ച നിറം മാറി തവിട്ടു നിറമായി തീർന്നതോടെ ഒട്ടിക്കുന്നതിനുള്ള പാകമാകും. മാതൃവൃക്ഷത്തിൻ്റെ ചില്ലകളിൽ ഉള്ള അല്പം ചെരിഞ്ഞ് ആരോഗ്യത്തോടെ വളരുന്ന കമ്പുകളാണ് ഒട്ടിക്കുന്നതിന് ഉപയോഗിക്കുക. ഇതിനെ സിയോൺ എന്ന് വിളിക്കുന്നു. തിരഞ്ഞെടുത്ത കമ്പുകൾ ഒരു പെൻസിലിൻ്റെ വണ്ണത്തിൽ കൂടുതൽ ആകാൻ പാടില്ല. തിരഞ്ഞെടുത്ത സിയോൺ കമ്പുകളുടെ ഇലകളുടെ ഞെട്ട് അല്പം നിർത്തി മുറിച്ചു കളയുക. കൂമ്പിലകൾ വന്നുകൊണ്ടിരിക്കുന്ന ശിഖരങ്ങൾ നല്ലതല്ല. കമ്പിൽ ഇലകളെല്ലാം വന്ന് മൂപ്പാകുന്ന സമയമാണ് ഒട്ടിക്കുന്നതിന് ശിഖരങ്ങൾ ശേഖരിക്കുന്നതിന് പറ്റിയ സമയം. ഇലകൾ കളഞ്ഞു നിർത്തിയ ശിഖരം ഏതാണ്ട് 3-4 ആഴ്ച കൊണ്ട് ഒട്ടിക്കുന്നതിന് പാകമാകും. ഈ സമയത്ത് പുതിയ വളർച്ച ഉണ്ടാകുന്നതിനുള്ള മുട്ടുകൾ അഗ്രഭാഗത്ത് ഉണ്ടാകുന്നതായി കാണാം. ഒട്ടിക്കാൻ പാകമായ സിയോൺ കമ്പ് 20-25 സെൻറ്റിമീറ്റർ നീളത്തിൽ മുറിച്ചെടുക്കണം. ഇതിൻ്റെ ചുവടറ്റം 2 വശത്തു നിന്നും വെഡ്ജ് ആകൃതിയിൽ കിട്ടത്തക്ക വിധത്തിൽ ചീന്തുക. സ്റ്റോക്ക് തൈയുടെ ചുവട്ടിൽ നിന്നും 12 മുതൽ 15 സെൻറ്റിമീറ്റർ ഉയരത്തിൽ വെച്ച് വട്ടം മുറിച്ചു കളയുക. ശേഷം നിൽക്കുന്ന കുറ്റിയുടെ മുകൾ ഭാഗത്ത് നിന്നും 1.5 ഇഞ്ച് നീളത്തിൽ പിളർക്കുക. ഒട്ടിക്കുന്നതിനുള്ള കമ്പിൻ്റെ അഥവാ സിയോൺ കമ്പിൻ്റെ 2 വശങ്ങളും ഇതേ നീളത്തിൽ തന്നെ ചീന്തിയിരിക്കണം. സിയോൺ സ്റ്റോക്ക് തൈയിൽ ഉണ്ടാക്കിയ പിളർപ്പിൽ ഇറക്കി വെക്കുക. വീതി കുറഞ്ഞ പോളിത്തീൻ നാട കൊണ്ട് ഒട്ടിച്ച ഭാഗം പുറമേ നിന്ന് അല്പം ബലത്തിൽ വരിഞ്ഞു കിട്ടുക. ഒട്ടിച്ച കമ്പ് വെയിലത്ത് വെക്കുവാൻ പാടില്ല. ഒട്ടിച്ച ശേഷം ഒട്ടുഭാഗത്ത് ഉയർന്ന ഊഷ്മാവും ആർദ്രതയും കിട്ടുന്നതിന് സിപ്പ് അപ്പ് കവർ ഉപയോഗിച്ച് മൂടുക. 15 ദിവസം കഴിയുന്നതോടെ സിപ്പ് അപ്പ് കവർ നീക്കം ചെയ്ത് തൈകൾ ചെറിയ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റാം. 50% സൂര്യപ്രകാശം കടത്തിവിടുന്ന ഷേഡ് നെറ്റുകൾ മേൽക്കൂര ആയിട്ടുള്ള ഷെഡുകൾ ആണ് അനുയോജ്യം. ഷെഡിൽ 1 മാസം വെച്ച ശേഷം വളർച്ച തുടങ്ങിയിട്ടുള്ള തൈകൾ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റണം. ഏകദേശം 6 മാസം വളർച്ച ആകുന്നതോടെ ഇത്തരം ഗ്രാഫ്റ്റ് തൈകൾ നടുന്നതിന് പാകമാകും. മുകുളനം എന്ന് പറയുന്നത് തടിയോടുകൂടിയോ അല്ലാതെയോ മുകുളങ്ങൾ ഉൾപ്പെടുന്ന ഭാഗം മറ്റൊരു ചെടിയുടെ, അതായത് റൂട്ട് സ്റ്റോക്കിൻ്റെ തണ്ട് ഭാഗത്ത് വച്ച് ചേർത്ത് ഒട്ടിക്കുന്ന രീതിയാണ്.
പാച്ച് മുകുളനം, ടീ മുകുളനം, ഐ മുകുളനം, പാളി മുകുളനം, അങ്ങനെ പലതരത്തിലുള്ള മുകുളന രീതികളുണ്ട്. സമചതുരാകൃതിയിലോ ദീർഘ ചതുരാകൃതിയിലോ മുറിവുണ്ടാക്കി അതിനനുസരിച്ച് ഒരു മുകുളം ഒട്ടിച്ചു ചേർക്കുന്ന രീതിയാണിത്. സ്റ്റോക്ക് 2 മുതൽ 10 സെന്റിമീറ്റർ വരെ വണ്ണം ഉള്ളതാവാം. തറ നിരപ്പിൽ നിന്ന് 5 മുതൽ 10 സെന്റിമീറ്റർ ഉയരത്തിൽ സമചതുരാകൃതിയിൽ 1 മുതൽ 2 സെന്റിമീറ്റർ വിസ്താരത്തിൽ തൊലി ഇളക്കി മാറ്റി സ്റ്റോക്ക് തയ്യാറാക്കുക. സ്റ്റോക്കിലെ തൊലി ഇളക്കിയതുപോലെ ഒട്ടുതടിയിലെ ഒരു മുകുളം ഇളക്കി മാറ്റി മുകുളം തയ്യാറാക്കണം. മുകുളം സ്റ്റോക്ക് തയ്യിലുണ്ടാക്കിയ വിടവിനുള്ളിൽ ഇതുപോലെ കടത്തി അമർത്തി വെക്കുക. 4 അരികും സ്റ്റോക്കിലെ മുറിവുമായി മുട്ടി നിൽക്കണം. പിന്നീട് പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് വെള്ളം കടക്കാത്ത വിധത്തിൽ പൊതിഞ്ഞ് കെട്ടണം. 1 മാസത്തോടെ കെട്ടഴിച്ച് മാറ്റാവുന്നതാണ്. ശാഖകൾ മാതൃസസ്യത്തിൽ നിന്ന് വേർപെടുത്തുന്നതിന് മുന്നേ തന്നെ കൃത്രിമമായി വേര് പിടിപ്പിക്കുന്ന രീതിയാണ് പതിവയ്ക്കൽ രീതി. നാഗപതിവയ്ക്കൽ രീതി, കൂന പതിവയ്ക്കൽ, വായു പതിവയ്ക്കൽ, അഗ്രഭാഗത്ത് പതിവയ്ക്കൽ, അങ്ങനെ പലതരത്തിലുള്ള പതിവയ്ക്കൽ രീതികൾ നിലവിലുണ്ട്. പെൻസിൽ വണ്ണമുള്ളതും അതാതു വർഷം ഉണ്ടായതുമായ കമ്പുകൾ പതിവെക്കാൻ തിരഞ്ഞെടുക്കാം. തിരഞ്ഞെടുത്ത കമ്പിൻ്റെ അഗ്രഭാഗത്തു നിന്നും 15 സെന്റിമീറ്റർ ചുവട്ടിലായി പതിവെക്കേണ്ട ഭാഗത്തുള്ള ഇലകൾ നീക്കം ചെയ്യുക. ഈ ഭാഗത്ത് കത്തി ഉപയോഗിച്ച് 1 സെന്റിമീറ്റർ വീതിയിൽ തണ്ടിന് ചുറ്റുമുള്ള തൊലി ഇളക്കി മാറ്റുക. അതിനുശേഷം മണ്ണ്, മണൽ, ചാണകപ്പൊടി ചേർത്ത് പൊടി മിശ്രിതം തയ്യാറാക്കുക. പോട്ടിംഗ് മിശ്രിതം ഒരു പോളിത്തീൻ ഷീറ്റിൻ്റെ മധ്യഭാഗത്ത് വെച്ച് അല്പം നിരത്തുക. തണ്ടിൻ്റെ തയ്യാറാക്കിയ ഭാഗത്തിന് ചുറ്റും മിശ്രിതം പൊതിഞ്ഞ് പോളിത്തീൻ ഷീറ്റ് വെച്ച് മുറുക്കി കെട്ടുക. 2 അറ്റത്തും മധ്യഭാഗത്തും ചാക്ക് നൂൽ കൊണ്ട് കെട്ടണം. 1 മാസത്തിനകം വെള്ള നിറത്തിലുള്ള വേരുകൾ പുറത്തേക്ക് കാണാവുന്നതാണ്. 2 മാസത്തിനകം ധാരാളം വേരുകൾ ഉണ്ടാവും. ഇതാണ് പതികൾ വേർപെടുത്താൻ പറ്റിയ സമയം. അകത്തുള്ള പോട്ടിംഗ് മിശ്രിതം ഇളകാതെ പോളിത്തീൻ അഴിച്ചുമാറ്റി തൈകൾ പോളി ബാഗിലേക്കോ ചട്ടിയിലേക്കോ മാറ്റാവുന്നതാണ്. സസ്യപ്രജനനം സാധ്യമാകുന്ന മറ്റൊരു എളുപ്പവും കാര്യക്ഷമവുമായ ഉപാധിയാണ് പോട്രേ വഴിയുള്ള പ്രജനനം. ട്രേകളിൽ കൊക്കോപിറ്റ് അഥവാ ചകിരിച്ചോർ മാധ്യമമായി നിറക്കുക. ഉപയോഗിക്കുന്ന ഈ മാധ്യമം അണുവിമുക്തമായിരിക്കണം. മാധ്യമം നന്നായി പുട്ടുപൊടി പരുവത്തിൽ നനച്ച ശേഷം ട്രേകളിൽ നിറക്കുക. ഇങ്ങനെ നിറച്ച ഓരോ മാധ്യമത്തിൻ്റെയും നടുവിൽ കൈവിരൽ കൊണ്ട് ചെറിയ കുഴിയുണ്ടാക്കി ഓരോ വിത്തിട്ട് കുഴി നികത്തുക. വിത്തിട്ട ശേഷം നന ആവശ്യമില്ല. വിത്ത് മുളക്കുന്നതുവരെ ആവശ്യമായ ഈർപ്പം മാധ്യമത്തിൽ നിന്നും ലഭിക്കുന്നതാണ്. വിത്തിട്ട് പോട്രകൾ തയ്യാറാക്കിയ ശേഷം 10 പോട്രകൾ ഒന്നിനുമേൽ ഒന്നായി അടുക്കി പോളിത്തീൻ ഷീറ്റ് കൊണ്ട് പൊതിഞ്ഞ് വെക്കുക. നനവ് നഷ്ടമാകാതിരിക്കാൻ ഇത് സഹായിക്കും. 3 മുതൽ 6 ദിവസത്തിനുള്ളിൽ വിത്തുകൾ മുളച്ചു തുടങ്ങും. മുളച്ചു തുടങ്ങിയാൽ അടുക്കി വെച്ച ട്രേകൾ ഒന്നൊന്നായി എടുത്തുമാറ്റി നിലത്ത് നിരത്തി വെക്കുക. വിള അനുസരിച്ച് 21 മുതൽ 30 ദിവസത്തിനുള്ളിൽ ചെടികൾ പ്രധാന കൃഷി സ്ഥലത്തേക്ക് മാറ്റി നടാവുന്നതാണ്. ഇത്തരം പ്രജനന രീതികൾ അവലംബിച്ച് മികച്ച വരുമാനം നേടുന്ന നിരവധി കർഷകർ നമ്മുടെ കേരളത്തിലുണ്ട്. കൂടാതെ ഇതിലൂടെ മികച്ച വിളവും ലഭിക്കുന്നു എന്നതാണ് കർഷകരുടെ അനുഭവ സാക്ഷ്യം.